യുദ്ധകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകമല്ല, രണ്ട് വാചകമുണ്ട്. കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കും, രോമകൂപങ്ങൾ എണീറ്റ് നിൽക്കും, ആവേശം കൊണ്ട് നമ്മൾ വിജൃംഭിതരാകും. വാക്ക് ഇങ്ങനെയാണ്: വഹാം സെ ഗോളി ചലേഗി, യഹാം സെ ഗോള ചലേഗ. അവിടെ നിന്ന് വെടിയുണ്ട വന്നാൽ ഇവിടെ നിന്ന് പീരങ്കിയുണ്ട പോകണം. നമ്മുടെ സൈന്യത്തലവന്മാരോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. എന്തൊരു ആവേശമാണല്ലേ? അതെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മോദിയെപ്പോലെ ഒരാൾ പറയുമ്പോൾ മോദിയുടെ മനസ്സിലുണ്ടായിരിക്കുക ശിവാജിയെ പോലുള്ള നമ്മുടെ വീരനായകന്മാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, തർക്കമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം RSSൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണല്ലോ. RSSൽ ആദ്യമായിട്ട് ഈ കുട്ടികളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശിവാജി, പൃഥ്വിരാജ് ചൗഹാൻ, പിന്നെ മഹേന്ദ്ര പ്രതാപ്, ഇങ്ങനെ ഈ മുഗളന്മാരുടെ അധിനിവേശ കാലത്ത് അവരെ ചെറുത്ത് നിന്ന. ഇപ്പോൾ ഈ മോദിയുടെ അമിത്ഷായുടെ കാലത്ത് ഇങ്ങനെയുള്ള ചരിത്ര ഈ ഒരു ദലിത് രാജാവ് ഉത്തർപ്രദേശില് ചെറുത്ത് തോൽപ്പിച്ച അദ്ദേഹത്തിന്റെ സ്റ്റാമ്പൊക്കെ ഈ മോദിയുടെ ഭരണകാലത്ത് വന്നു കഴിഞ്ഞ ഊഴത്തില്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ സിന്ധ് ഇസ്ലാമിക ആക്രമണം ആദ്യം നടക്കുമ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ദഹിയ അങ്ങനത്തെ രാജാക്കന്മാരെ പറ്റിയൊക്കെ ഇപ്പോൾ ചരിത്രത്തിൽ അധ്യായങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. പഴയ സിലബസ് മുഴുവൻ എടുത്ത് കളയാണല്ലോ ഇപ്പോൾ ഈ അധിനിവേശ ശക്തികൾ. മുഗളന്മാര് അക്ബർ മഹാനാണെന്നൊക്കെ പറയുന്ന അയാളുടെ കാലത്താണ് ആ ചിത്തോർഗഡ് കോട്ട ഉപരോധ സമയത്ത് 30,000 ഹിന്ദുക്കളെ കൊല്ലുന്നത്. എന്നിട്ട് മതം ഉണ്ടാക്കി. ആ സ്ത്രീകളൊക്കെ അന്നാണ് ഈ പറഞ്ഞ പോലെ, അല്ലാതെ ചിതയിൽ ചാട്ടമൊന്നും ഹിന്ദു സ്ത്രീകൾക്ക് രാജ്യമാകമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവര് പിടിച്ചു കൊണ്ടുപോകുന്നുള്ള പേടിച്ചിട്ട് ചിത്തോർഗഡില് ഈ സ്ത്രീകൾ സതി അനുഷ്ഠിച്ചതാണ്. കാരണം അക്ബറാണ്. അക്ബറാണ് അതിന് കാരണം. ഇങ്ങനത്തെ ആളുകൾ, ഈ അക്ബർ, ഔറംഗസേബ്, ഇവർ ഈ വൃത്തികെട്ടവന്മാരൊക്കെ മഹാന്മാരാണെന്നും പറഞ്ഞിട്ട് ഷാജഹാൻ മഹാനാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ചില ഖാന്മാരെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ ഈ ശിവജിയും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഖാൻ അദ്ദേഹത്തിന് എതിരെ കപടനാണെന്നുള്ളത് ശിവജിക്കറിയാം. അതുകൊണ്ടാണ് ആ നഖം, മറ്റേ നഖം, ആ പ്രത്യേക ആയുധമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം കാത്തിരുന്നത്. കാരണം പിന്നിൽ നിന്നായിരിക്കും കുത്തുക എന്നുള്ളത്. ഈ ഫസൽ ഖാൻ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന ആളുകളൊക്കെ പിന്നിൽ നിന്നാണ് കുത്തുക എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആ സ്മൃതികൾ മോദിയുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് അവിടെ നിന്ന് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരപ്പാക്കി. ഒരെണ്ണമല്ല, അവിടെ നിന്ന് വെടിയുണ്ടാണെങ്കിൽ ഇവിടുത്തെ പീരങ്കി പോകണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ സന്ദേശം വളരെ കൃത്യം. അതായത് നമ്മൾ ഈ പറയുമ്പോൾ ഉണ്ടല്ലോ, മുമ്പൊക്കെ ഈ അതിർത്തിയിലെ പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെക്കും. തിരിച്ചങ്ങോട്ട് വെടിവെക്കണമെങ്കിൽ ഡൽഹി എന്നുള്ള ഉത്തരവ് വേണമായിരുന്നു. അത് മാറിയിട്ട് ഇങ്ങോട്ട് അതിർത്തിയിൽ വെടിവെപ്പുണ്ടായാൽ, അവിടെ നിന്ന് ഷെല്ലിംഗ് ഉണ്ടായാൽ നിങ്ങൾക്ക് കമാൻഡർ ലെവലിൽ തീരുമാനിക്കാം എന്നുള്ള ഉത്തരവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സേനയ്ക്ക് കൈമാറുന്നത് മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. അതോടെ വെടിവെപ്പ് നിന്നു. അതെ, പിന്നെ ഈ ഇപ്പം മിലിറ്ററി മറ്റേ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസും ഒക്കെ ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻ. മറ്റേ ഈ കഴിഞ്ഞ ദിവസം രാത്രി വെടിനിർത്തലിന് ശേഷം വെടിവെപ്പ് ഉണ്ടായപ്പോൾ അദ്ദേഹവും കമാൻഡർമാരോട് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റിട്ടാലിയേറ്റ് ചെയ്യാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പെർക്കൊലേറ്റ് ചെയ്യാണ്. മോദി പറയുന്നത് എന്താണോ അതൊരു മെസ്സേജ് പോലെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. എന്തൊരു ചില സമയത്തൊക്കെ തിന്മയുടെ സൗന്ദര്യം എന്നൊക്കെ ചില ആളുകൾ പറയുമല്ലോ, എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആക്രമണങ്ങളിലൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ഈ ലാഹോറിൽ ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഭീകരനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ മുനീർ ഖാൻ. ജനവാസ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പൗരന്മാർ മരിച്ചു പോകും. ഇന്ത്യക്കെതിരെ ഇതൊരു ആരോപണമായിട്ട് രാജ്യാന്തര കേന്ദ്രങ്ങളിൽ ഉന്നയിക്കാം. ആ ജനവാസ കേന്ദ്രത്തിൽ പോയിട്ടാണ് ഒരു പൗരന് പോലും
ഭീകരന്മാർ ചത്തിട്ടുണ്ട്, അത് വേറെ കഥ. അതാ കേന്ദ്രത്തിന്റെ ഉള്ളിലാണല്ലോ. അവിടെ പോയി നമ്മൾ തകർത്തിരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന്റെ അകത്ത് പോയിട്ട് ഇവരെ മാത്രം അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ചുണ്ണാമ്പ് തേച്ച് വിടുക എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അത് നമ്മളെ ഈ മുകളിലിരിക്കുന്ന ആളുകൾ സംശയിച്ചു കഴിഞ്ഞാൽ താഴെയും സംശയം വരും. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് തയ്യാറെടുപ്പിന് കൃത്യമായ സമയം കിട്ടി. മോദി ആണെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി എല്ലായിടത്തും സഞ്ചരിക്കുകയും ചെയ്തു. അവരുടെ മുമ്പിലിരുന്നപ്പോഴും ഒരു ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായിരുന്നു അദ്ദേഹം. ഈ പീരങ്കി അങ്ങ് വിട്ടോളാൻ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന സൈനിക മേധാവികൾ മുന്നിൽ ഇരിക്കുമ്പോൾ അവരോട് പറയാം, ഇങ്ങോട്ടൊരു വെടിയുണ്ട വന്നാൽ അങ്ങോട്ട് നിങ്ങളൊന്നും ആലോചിക്കേണ്ട, തിരിച്ചു കൊടുക്കേണ്ടത് വെടിയുണ്ടയല്ല പീരങ്കി ഉണ്ടയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം, കരുത്ത്, എന്തും ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് രാജ്യത്തിൻ്റെ ഭരണാധികാരി കൊടുക്കുകയാണ്. നിങ്ങൾ പീരങ്കി അവിടെ നിന്ന് വെടിയുണ്ട വരുമ്പോൾ പീരങ്കി അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഴ്സണൽ, ആയുധപ്പുരയിലുള്ള ഏറ്റവും മികച്ച ആയുധങ്ങൾ നിങ്ങൾക്ക് പ്രയോഗിക്കാം എന്നും കൂടിയാണ്. ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ്. അതായത് ഇതൊക്കെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. അതെ അതെ അതെ, ഓരോന്നിനും കണക്കുണ്ട്. കണക്കെന്നൊക്കെ പറഞ്ഞ് ഭീകരമാണ് അതിന്റെ വില, ഓരോ ഷെല്ലിന്റെയും വില. അതെ, നമ്മൾ ഈ റഷ്യയിൽ നിന്നൊക്കെ ചീപ്പായിട്ട് എണ്ണയൊക്കെ മേടിച്ച് സ്വരൂപിച്ച് വെച്ച പൈസ കൊണ്ടാണ് ഈ മോദി നമുക്ക് ഈ സംരക്ഷണ കവചമൊക്കെ S-400 ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൻ്റെ കൂടി സൗന്ദര്യമാണ് നമ്മൾ ഈ ആക്രമണത്തിൽ, ഈ വിജയത്തിൽ കണ്ടത്. അല്ല, S-400 ഒക്കെ ഒരു തവണ ഷൂട്ട് ചെയ്യുമ്പോൾ കോടികൾ ചെലവാ. അതെ, എത്ര കോടിയാണ് നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി ഈ S-400 ഷൂട്ട് ചെയ്തപ്പോൾ? 1000 കോടി എന്നൊക്കെ പറയുന്ന തരത്തിലൊക്കെയാണ് ഇതിന്റെയൊക്കെ ചെലവ് വരുന്നത് മിസൈൽ എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഈ എത്രയും വേഗം യുദ്ധം നിർത്തുന്നതായിരുന്നു നല്ലത്. മറ്റേ ബ്രഹ്മചല്ലാനി പറയുന്ന അല്ല തത്വം എന്ന് ഞാനും പറയുന്നത്. നമ്മളെന്തിനാണ് നമ്മൾ ഇത്രയും ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത്? ഈ ആയുധങ്ങൾ മുഴുവൻ എടുത്തുപയോഗിച്ച് തകർക്കേണ്ട സാധനങ്ങളൊക്കെ തകർത്ത് കഴിഞ്ഞു. കൊടുക്കേണ്ട സന്ദേശവും കൊടുത്തു. ഇനി കുറെ നാളത്തേക്ക് തുർക്കി ആഞ്ഞ് ശ്രമിച്ചാൽ പോലും ഒരു കോപ്പും ഈ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ കിടന്ന് തുർക്കി എന്ത് ചെയ്യാനാണ്? തുർക്കി ഇവിടുത്തെ രാജ്യമല്ല, ഒന്നുമില്ല, അതിർത്തിയിലും ഇല്ല. അല്ല, തുർക്കിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുർക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വ്യഭിചാരി രാഷ്ട്രമാണ്. കാരണം അമേരിക്കയുടെ കൂടെ നാറ്റോ എന്ന് പറഞ്ഞ് നിൽക്കും. എന്നിട്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കും. കാണിച്ചതാണല്ലോ. എന്നിട്ട് റഷ്യയിൽ പോയി റഷ്യയുടെ S-400 മേടിക്കും. അമേരിക്കയുമായി നാറ്റോ സഖ്യത്തിലുള്ള രാജ്യം അമേരിക്കയുടെ ശത്രുക്കളുടെ തോളത്ത് കൈയിട്ട് കിടക്കും. ഇതിനേക്കാൾ വലിയ വൃത്തികേട് അയാൾ വേറൊരു ഇസ്ലാമിക ചേരിയുടെ ആളാണ്. അയാൾ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ നല്ല അറബ് രാജ്യ ചേരിയുടെ എതിർ ചേരി ഖത്തർ മാത്രമാണ് ആ കൂട്ടത്തിൽ തുർക്കിയുടെ കൂടെ നിന്നിരുന്നത്. ഇത്തവണ ഖത്തറും നിന്നില്ല. ഖത്തറിന്റെ നിലപാട് വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. അതെ, അപ്പൊ ഇസ്ലാമിക ലോകത്ത് തന്നെ വേറൊരു ചേരിയിൽ നിന്നുകൊണ്ട് ഖലീഫയാകാൻ ശ്രമിക്കുന്ന ഒരു ഊച്ചാളിയാണ് ഈ എർദോഗൻ എന്ന് പറയുന്ന. ഇസ്ലാമിക ലോകത്ത് രണ്ടുപേരെ സപ്പോർട്ട് തുർക്കിയും അസർബൈജാനും. അസർബൈജാൻ ഒരു കലിപ്പുണ്ട്. കാരണം നമ്മൾ അർമേനിയക്ക് ആകാശം കൊടുത്തു. ആകാശം കൊണ്ട് അസർബൈജാനിന്റെ നല്ല താങ്ങ് അർമേനിയ ചെയ്യുന്നുണ്ട്. അർമേനിയ ക്രിസ്ത്യൻ രാജ്യമാണല്ലോ. അതെ, അപ്പോൾ മാത്രമല്ല നേരത്തെ തന്നെ തുർക്കി അർമേനിയക്കാരുടെ വംശഹത്യ നടത്തിയിട്ടുണ്ട്. അതെ, ആദ്യ ലോക 15 ലക്ഷം ക്രിസ്ത്യാനികളെയാണ് കൂട്ടക്കൊല ചെയ്തത്. അത് അന്ന് ജനോസൈഡ് എന്നുള്ള വാക്കില്ല. അതുകൊണ്ട് 4 കൊല്ലം മുമ്പാണ് ഐക്യരാഷ്ട്രസഭ അത് ജനോസൈഡായിരുന്നു അംഗീകരിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ മാപ്പിള ലഹള പോലത്തെയുള്ള സംഗതികളുമൊക്കെ അങ്ങനെ ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് അംഗീകരിപ്പിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരങ്കി കൊടുത്തല്ലോ അങ്ങോട്ട്, പീരങ്കി ഉണ്ട കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ആർക്കും സഹിച്ചിട്ടില്ല. ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർക്കൊന്നും സഹിച്ചിട്ടില്ല. ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവൻ ഇപ്പം നമ്മുടെ പിന്നാലെ ക്യൂ ആണ്, ആയുധങ്ങൾ വേണം. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം തനത് ആയുധങ്ങളുടെ ശേഷി തെളിയിച്ചു, ശേഷി കാണിച്ചു കൊടുത്തു. ഇത് ബ്രോഷർ അടിച്ച് വിൽക്കണ്ട, കണ്ടില്ലേ പാകിസ്ഥാൻ കൊടുത്തു കണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം മതി. നമ്മുടെ ബ്രഹ്മോസിനൊക്കെ ഇനി ആളുകൾ വന്ന് ക്യൂ നിൽക്കുകയാണ്. ആയുധം വിൽക്കുമ്പോഴാണ് വൻ ശക്തിയായിട്ട് ഒരു രാജ്യം. അങ്ങനെ നോക്കുമ്പോൾ
ഈ ആയുധ കച്ചവട രംഗത്ത് തകർന്നു പോയത് ചൈനയാണ്. ചൈന തകർന്നു പോയി. JF-17 വീണു, അവരുടെ മിസൈൽ സംവിധാനം, മിസൈൽ അത് PL-15 വീണു, പിന്നെ HQ-9 വീണു. HQ-9 ഒരു പ്രതിരോധം നടത്താൻ പറ്റിയില്ല. അവരുടെ യുദ്ധക്കപ്പലുകൾ, അവരുടെ വിമാനങ്ങൾ, മിസൈലുകൾ, അന്തർവാഹിനികൾ. ട്രംപിനും പുട്ടിനും കോളടിച്ചു. S-400 അജയ്യമാണെന്ന് തെളിയിക്കപ്പെട്ടു. ഉക്രൈൻ യുദ്ധരംഗത്ത് സത്യത്തിൽ ബ്രഹ്മോസ് നമ്മളും അവരും സംയുക്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് അവരുടെ വേർഷൻ യുക്രൈനിൽ നന്നായിട്ട് പ്രവർത്തിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തും ഈ രാജ്യങ്ങൾ, ഇപ്പോൾ ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, ഇങ്ങനത്തെ സാധാരണഗതിയിൽ തുർക്കിയുടെ പിന്നാലെ നടക്കേണ്ട ആ ചേരിയിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ് ഈ പറഞ്ഞൊക്കെ. അതും കൂടിയൊക്കെ നമ്മുടെ അവിടെ ക്യൂ നിൽക്കാൻ പോകുന്നത്. അതിൽ വലിയ അസൂയ വലിയ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. അതാണ് യൂറോപ്പിനെ സംബന്ധിച്ചിട്ട് ജയശങ്കർ പറഞ്ഞത്, ഞങ്ങൾക്ക് പാർട്ട്നേഴ്സിനെയാണ് വേണ്ടത്, പ്രീച്ചേഴ്സിനെ. അതെ, അത് അതിശക്തമായ പ്രസ്താവനയായിരുന്നു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് മനസ്സിലായെങ്കിലും അവര് വേറെ അജണ്ടയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും വരില്ല. അതാണ് സംഭവം. എന്തായാലും പീരങ്കി അങ്ങ് അണ്ണാക്കിലേക്ക് തിരികെ കൊടുത്തിരിക്കുകയാണ്. ഏതായാലും നമുക്ക് മോദിയുടെ ആ വാചകം ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വർത്തമാനം അവസാനിപ്പിക്കാം. വഹാം സെ ഗോളി ചലേഗി, യഹാം സെ ഗോള ചലേഗ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.